എവരി വൺ. വരാൻ പോകുന്ന PC പരീക്ഷകൾക്ക് SCRT ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 1 ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കാം. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമ്മാനുവൽ കാർപെൻറ്റീൻ, ജെനിഫർ എഡൌട്ന എന്നിവർ പങ്കിട്ടു. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയാണ് പുരസ്കാരം. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇതുപകരിക്കും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും വരുന്ന പ്രതീക്ഷിത ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2020 രസതന്ത്ര നോബൽ ആർക്കൊക്കെ ലഭിച്ചു? എമ്മാനുവൽ കാർപെൻറ്റീൻ, ജെനിഫർ എഡൌട്ന. എന്തിനാണ് ഇവർക്ക് ഈ നോബൽ സമ്മാനം ലഭിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിന്. അപ്പോൾ എന്താണ് സാങ്കേതികവിദ്യയുടെ പേര്? CRISPR-Cas സാങ്കേതികവിദ്യ. ഇനി ഈ CRISPR-Cas സാങ്കേതികവിദ്യ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഒന്ന്, 2020 രസതന്ത്ര നോബൽ ലഭിച്ചവർ ഇമ്മാനുവൽ കാർപെൻറ്റീൻ, ജെനിഫർ എഡൌട്ന. എന്തിനാണ് അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് പ്രക്രിയയായ CRISPR-Cas എന്ന സാങ്കേതികവിദ്യയ്ക്ക്. 3, ഈ സാങ്കേതികവിദ്യ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജനിതക രോഗ ചികിത്സ, ക്യാൻസർ ചികിത്സ, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനും. ഇനി ഇവിടെ DNA എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. DNA മീൻസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അത് അവിടെ ഓർത്ത് വെച്ചിരിക്കുക. എന്താണ് DNA? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അടുത്തത് DNAയുടെ ഘടനയെ പറ്റി നോക്കാം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNAയുടെ ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചു. റോസാലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസാലിൻ ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA ചുറ്റുകോണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇവിടെ നമുക്കും ചോദ്യങ്ങളെ നോക്കുകയാണെങ്കിൽ 1953 ചുറ്റുകോണി മാതൃക DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചത് ആരൊക്കെ? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. ആരുടെ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് അവതരിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ റോസാലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കി. അടുത്തത് റോസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ പേരാണ് ഫോട്ടോ 51. ഇനി 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എന്തിന്? ഈ DNA ചുറ്റുകോണി മാതൃക കണ്ടെത്തിയതിന്. ആർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, ഒപ്പം മോറിസ് വിൽക്കൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ നിർത്തുകയാണ്. വളരെ ചെറിയൊരു പാർട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബാക്കി പാർട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെ പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം താഴെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.